ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ മിലിറ്ററി നഴ്സിങ്ങിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ മിലിറ്ററി നഴ്സിംഗിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ BS നഴ്സിംഗ് പഠനം സാധ്യമായിട്ടുള്ള കാര്യമാണ്. ഒട്ടനവധി വീഡിയോ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം കറൻ്റ്ലി നമുക്ക് മിലിറ്ററി നഴ്സിംഗ് നീറ്റിൻ്റെ മാർക്കും പ്ലസ് മിലിറ്ററിയുടെ ഓൺലൈനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോർട്ടൽ ത്രൂ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് അവിടുത്തെ എക്സാം ക്ലിയർ ചെയ്ത് എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവും കൂടി അത് നമ്മുടെ മെഡിക്കൽ ഫിറ്റ്നസ്സും എല്ലാം ആസ്പദമാക്കിയിട്ടാണ് അവരെടുക്കുക. അപ്പം അതിൻ്റെ സെൻറ്റേഴ്സിനെ കുറിച്ചും ക്രൈറ്റീരിയാസിനെ കുറിച്ചും ഒട്ടനവധികൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ മിലിറ്ററി നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവർക്ക് പ്രീവിയസ് വീഡിയോ എടുത്ത് കേൾക്കുക. ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് വന്ന് ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കുന്ന BS നഴ്സിംഗ് കഴിഞ്ഞിട്ടും നമുക്ക് മിലിറ്ററിയിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയാസൊക്കെ ഒഫീഷ്യൽ പോർട്ടൽ വഴി തന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അപ്പോൾ അവിടെ നമ്മൾ പ്രയർലി മെഡിക്കൽ ഫിറ്റ്നസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മിലിറ്ററി. അപ്പോൾ നമ്മൾ മിലിറ്ററിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നവർ BMA റെഗുലേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് വളരെയധികം ഒരു മെഡിക്കൽ ഫിറ്റ്നസ് പ്രയോറിറ്റി. അപ്പം നമ്മൾ അത്രയും കാര്യം എന്തൊക്കെ മാനദണ്ഡങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇതിനു മുമ്പുള്ള വീഡിയോസ് ചെയ്തിരുന്നു. നിങ്ങളെടുത്ത് ചെക്ക് ചെയ്താൽ അതും അതിനുവേണ്ടി മിലിറ്ററി നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവർ മിലിറ്ററിയുടെ ഒഫീഷ്യൽ പോർട്ടൽ എപ്പോഴും നിങ്ങൾ സൈറ്റ് സന്ദർശിക്കുക. അതിലുപരി മിലിറ്ററിയുടെ എൻട്രൻസ് ക്ലിയർ ചെയ്ത് മാത്രമേ നീറ്റിൻ്റെ മാർക്ക് കൂടി അവരിപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നീറ്റിന് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കൊടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രൊവിഷൻസ് ഉള്ള കോളേജസിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി ഫീസ് വരും. അപ്പോൾ മിലിറ്ററിയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി അതിൻ്റെ അകത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഡൗൺ ആണ്. അറ്റ് ദ സെയിം ടൈം നഴ്സിംഗിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിലിറ്ററി നഴ്സിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും മിലിറ്ററി നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവർ നീറ്റിന് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ എൻട്രൻസിനും ഇവരെ ചെയ്യണം. മെഡിക്കൽ ഫിറ്റ്നസ്സും വളരെ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയാസാണ്. അപ്പോൾ ഹെൽത്ത് ആസ്പെക്ട്സും നമ്മുടെ റെഗുലർ BMA മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ജോബിൻ്റെ ഒരു സെക്ടേഴ്സിനെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നവർ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിരുന്നു. അതിൻ്റെ പൊസിഷൻസ് കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ട് അത് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വീഡിയോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. 2024 അതിൻ്റെ ഒരു അപ്ഡേഷൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. നിങ്ങളും റെഗുലറായിട്ട് നിങ്ങളുടെ മിലിറ്ററിയുടെ ഒഫീഷ്യൽ പോർട്ടൽ സൈറ്റൊക്കെ ചെക്ക് ചെയ്യുക. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ഒഫീഷ്യൽ പോർട്ടൽ സൈറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ഡെയിലി അപ്ഡേഷൻസ് അതിൻ്റെ ജോബിൻ്റെ സെക്ടേഴ്സും ആപ്ലിക്കേഷൻ നഴ്സിങ്ങിൻ്റെ BS നഴ്സിംഗ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ്സും ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഒഫീഷ്യൽ സൈറ്റിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് പ്രൊവിഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾക്ക് പരിചിതമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നീറ്റിൻ്റെ ആസ്പെക്റ്റ് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസും കൊടുക്കുക. അപ്പോഴേ നമുക്കത് ക്ലിയർ ചെയ്ത് നമുക്കതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻട്രൻസ് മാത്രമല്ല നീറ്റ് ആസ് വെൽ ആസ് മെഡിക്കൽ ഫിറ്റ്നസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഞാൻ ആവർത്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ആ രീതിയിൽ പ്രിപ്പറേഷൻസ് കൊടുക്കുക. നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് കൊടുത്താൽ കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്, അത് മനസ്സിലാക്കുക. എനിവേ നഴ്സിംഗ് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരിൽ താങ്ക് യു.